ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ വകുല്ലു ഇസ്മിൻ എല്ലാ ഇസ്മുമാവുന്നത് എങ്ങനത്തെ എല്ലാ ഇസ്മുമാണ്. ആഹിറുഹു അലിഫുൻ ഖബ്ലഹ ഫതഹത്തുൻ, അവസാനം അലിഫുണ്ട്, ആലിഫിൻ്റെ മുമ്പ് ഫതഹുമുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഇസ്മും നഹുൽ അസാവൽ ഫത, അസാ ഫത പോലുള്ള അവസാനം അലിഫു മുമ്പ് ഫതഹുള്ള ഇസ്മ്, അതിൻ്റെ പേരെന്താ പറഞ്ഞിന്? മഖ്സൂർ. ആ സാധനം ഫൈന്നഹു ഈ മഖ്സൂർ ലാ യഹ്തമിലുൽ മിനൽ ഹർക്കാത്തി, ഹർക്കത്തിൽ നിന്ന് അത് ചുമക്കൂല. ഷൈഅൻ ഒരു ഇറാബും ചുമക്കൂല. റഫ്ഓ നസ്ബോ ജറോ ഒന്നും വഹിക്കാൻ ആർക്ക് വഹിക്കൂല, അലിഫിന് വഹിക്കൂല. എപ്പോഴും മൂസ മൂസ മൂസ, ഫായിലായാലും മൂസ, മഫൂലായാലും മൂസ, മജ്റൂറായാലും മൂസ. മൂസീ പറഞ്ഞാൽ എന്ത് ചെയ്യൂല, ഒരലിഫ് എടുക്കും പോകില്ല, ആ നൃത്തം തന്നെ വെക്കുള്ളൂ. ഒരു ഉദാഹരണം കേട്ടോളി. തക്കൂല ഫിൽ മാരിഫത്ത്, ഒരു മാരിഫാൻ്റെ ഉദാഹരണം കേട്ടോളിട്ടോ. ഹാദിഹി ഇതാവുന്നത് എന്താണ്? അൽ അസാ. ഹാദ ഇതാവുന്നത് അൽ അസാ. കണ്ടില്ലേ? മൂത്താൻ്റെ ഖബറായിട്ടും അസാ നീട്ടാണ് ലിഫിൻ സുക്കൂനല്ലേ. ഇനി റായിത്തു ഞാൻ കണ്ടു, അൽ അസാ. മറത്തു ഞാൻ നടന്നു, ബിൽ അസാ. അടാ ഒക്കെ എപ്പോഴും അസാന്നേ പറയുള്ളൂ. ശരി, ഒക്കെ തക്ദീറിൽ എന്നാ പറയാം. തക്ദീറിൽ അമ്മത്തോട് റഫ്, തക്ദീറിൽ കസരത്തോട് ജെറ്, തക്ദീൽ പത്തത്തോട് റഫ്, ഒക്കെ തക്ദീലാകാനും മക്സൂറായിട്ട് അറിയും. പിന്നെ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ കാലം അല്ലാഹു തആല, ഇങ്ങനെയാണ് തുടങ്ങും കാലം അല്ലാഹു തആല, അനങ്ങിയ കാലം അല്ലാഹു തആല. നിഅമൽ മൗല, അടോ നിയമൻ്റെ ഫായിലാണ്. നിഅമൽ മൗല മൂസ എറണമാതിരി. വ നിഅമൻ നസീറു വഫിൻ നക്രതി, നക്രയിൽ നീ പറയും ഹാദിഹി, അവിടെ ഹീന്നകളില്ലല്ലോ, ഹാദ അസൻ വറഅയ്തു അസൻ. നക്രയായതോടെ തൻവീൻ ഉണ്ടാവുന്നുള്ളൂ, സംഗതി ഇത് തന്നെ, മക്സൂർ മക്സൂർ തന്നെ കേട്ടോ. റഅയ്തു അസൻ മറർതു ബി അസൻ. ഖാല അല്ലാഹു തആല നിഅമൽ മൗ യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ഷൈആ. അവിടെ യോനിൻ്റെ ഫായിലാണ് മൗലൻ, തഖ്ദീറിൽ റഫ്. അൻ മൗലൻ, അനിൻ്റെ മജ്റൂറായിട്ട് മൗലൻ. ഫലം യതഗയ്യർ ആഖിറുഹു, ഇവിടെ നിന്ന് അവസാനം പകർച്ച വന്നിട്ടില്ല. അല്ലേ? ഫസ്ലുൻ വകുല്ലു ഇസ്മിൻ എല്ലാ ഇസ്മു ആവുന്നത് ആഖിറുഹു യാ ഉൻ, അവസാനം യാ ഉണ്ട്, ഖബ്ലഹ കസറത്തുൻ, മുമ്പ് കസറുമുണ്ട്. ഇതിൻ്റെ പേരെന്താണ്? മങ്കൂസ്. അത് മങ്കൂസായ ഇസ്മാവുന്നത് നഹുൽ ഖാദി വൽ ഖാസി, ഖാദി ഖാസി പോലെയുള്ള ഇസ്മുകളാവുന്നത്. ഫൈന്നഹു ലാ യഹ്തമിലു റഫ്അ വൽ ജറ. അടോ മൂന്ന് ഇറാബിൽ നിന്ന് ഏത് ചുമക്കൂല? റഫ്ഉം ജറും ചുമക്കൂല, ഇത് ചുമക്കും, നസ്ബിനെ ചുമക്കും. അത് അറിയേണ്ടതാ. ലിതിക്രിഹിമാ, കാരണം ഈ ലമ്മും കസറും ഭാരമായതിന് വേണ്ടിയാൽ ഈ യാവുമിൽ വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ കാളിയു കാളിയി അങ്ങനെ പറയില്ല. പിന്നെ വേഹത്തമിന് നസ്ബ, നസ്ബിനെ ചുമക്കും, വായതഹുവിനെ മാത്രം. അപ്പോൾ കാളിയ അതിന് വയ്ക്കും. യാവുമിൽ ഏതിടാൻ വയ്ക്കും? ഫത്തിടാൻ വയ്ക്കും, കസിടാൻ വയ്ക്കൂല, ലമ്പിടാൻ വയ്ക്കൂല. മാരിഫയിൽ പറഞ്ഞു ഹാദൽ കാളി മറത്തു ബിൽ കാളി. ഉണ്ടോ റഫ്ഉം ജറും തക്തീറിൽ ഉണ്ടോ. ഫത്തുസക്കീനു, അപ്പോൾ നീ സുക്കൂൻ ചെയ്ത് വായിക്കണം. അല്ല ആ യാനിക്ക് റഫിയൽ ജറി, റഫിൽ ജറിന് നേരത്തെ യാകുമ്പോൾ സുക്കൂട്ട് കാണ്ട് കാളി കാളി അങ്ങനെ വായിക്കണം. റഅയ്തുൽ കാളിയ, റഅയ്തുൽ കാളിയ ആണോ. ഫത്ത് നസ്ബ് ചെയ്തു ആണോ. ഫൻസിബുഹ, അപ്പോൾ യാവുമ്പോൾ നസ്ബ് ചെയ്യണം. അപ്പോൾ നസ്ബ് മാത്രം മതി. അപ്പോൾ മക്സൂർ മങ്കൂസിൽ മാറ്റം എന്താ വെച്ചാൽ, മക്സൂറിൽ ഫുൾ തക്ദീറിൽ, മങ്കൂസിലാവുമ്പോൾ നസ്ബ് മാത്രം ലാഹിറിൽ കാണും, ജറും റഫു ആര് തന്നെ മറ്റല്ല അതിൻ്റെ തക്ദീറിൽ. അല്ലാഹു തആല വമൻ ലാ യുജിബ് ദാഇയല്ലാഹി, യുജിബിൻ്റെ മഫൂലാകുമ്പോൾ ദാഇയല്ലാഹി ഉണ്ടോ. ഫത്തതുകൊണ്ട് നസ്ബ് ദാഇയ ഉണ്ടോ. അപ്പോൾ തഖൂലു ഫി നക്രതി ഹാദാ കാൾ റഅയ്തു കാളിയൻ വമറർതു ബികാൾ ഉണ്ടോ. ഒക്കെ എന്തുണ്ട്? ഏത് കാണാനില്ല? റഫ്ഉം ജറും കാണാനില്ല, നസ്ബ് കാണുന്നുണ്ട്. ഫത്തഖിഫു, അപ്പോൾ നീ വഖഫ് ചെയ്ത് വായിച്ചതാണ്. ബിൽ അലിഫി, അലിഫ് കൊണ്ട്. കാളിയ ഹാലത്തെ നസ്ബി, നസ്ബിൻ്റെ നേരത്ത്. നഹവു കാളിയ അങ്ങനെ വായിച്ചതാണത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് നിയമം. അപ്പോൾ മക്സൂറിന് മങ്കൂസിൻ്റെ ഇറാബ് മാത്രം എന്ന് പറഞ്ഞത്. ഇനി വേറെ സാധനമുണ്ട്. അവസാനം അലിഫും വാവും യാവും ഉണ്ടാവും, പക്ഷേ മുമ്പ് സുക്കൂനായ എന്താ കാട്ടുക എന്നാ ചർച്ച ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. വകുല്ലു ഇസ്മിൻ,
എല്ലാ ഇസ്മുമാകുന്നത്, നല്ലോ ശ്രദ്ധിച്ചോളി. ആ ആഹിറുഹു ഹംസത്തുൻ, അതിൻ്റെ ലാസ്റ്റത്തെ അക്ഷരം ഹംസയാണ്. ഔ വാവുൻ അല്ലെ വാവാണ്, ഔ യാവുൻ അല്ലെ യാ ആണ്. പക്ഷെ എന്താ പ്രത്യേകത? കബുലഹ, ഇവകളുടെയൊക്കെ മുമ്പിലുണ്ട് സവാക്കിനു, സുക്കൂനുള്ള അക്ഷരമുണ്ട്. ഹദിയുൻ, ലബിയുൻ, ദൽവുൻ, റിദുഉൻ, ഇങ്ങനെ അവസാനം ഹംസേ വാവോ യാ ഉണ്ട്. പക്ഷെ തൊട്ടുമുമ്പുള്ള അക്ഷരത്തെ എന്തായി പോയി? സുക്കൂനായിപ്പോയി. ഇങ്ങനെ വന്നാൽ ഫൈന്നഹു യഹ്തമിലുൽ ഹറകാത്തി കുല്ലഹ, കിതാൽ കുല്ലഹ പോയി എഴുതി കൊടുത്തേണ്ടി. അത് ഹറക്കത്തുകളെ ചുമക്കും, കുല്ലഹ അത് എല്ലാത്തിനും ചുമക്കും. എന്നുള്ളത് ഇത് എൻ ഇൻ ഉൻ, ലബ് എൻ ഇൻ യുൻ ഉണ്ടല്ലേ, ഒക്കെ ഇറക്കത്തൊക്കെ ചുമക്കും, ഒക്കെ ലാഹിറിലേക്ക് കയറും. വയജിരി മജ്റ സ്വഹീഹി, സ്വഹീഹായ ഇസ്മിൻ്റെ സ്ഥാനത്ത് നടക്കുകയും ചെയ്യും. അവസാനം അലി പിന്നെ ഇല്ലത്തിൻ്റെ അർഫില്ലാത്തതിനാ പോകണെന്താ ജാഫർ പോലത്തേനാണ് എന്ത് പറയുക? സ്വഹീഹ് അറിയാം. അപ്പോൾ ജാഫറൻ ജാഫരിൻ ജാഫറുൻ, സെയ്ദൻ സെയ്ദിൻ സെയ്ദുൻ, ശരി, ബക്കറൻ ബക്കരിൻ ബക്കറുൻ, അതേമാതിരി നടക്കുമെന്ന്. പിന്നെ തഖൂലു ഹാദാ റിദ്ഉൻ, ഇവൻ ഒരു സഹായിയാണ്. റഅയ്തു ഞാൻ കണ്ടു, റിദ്അൻ ഒരു സഹായിയെ കണ്ടു. മറർത്തു ബിരിദി ഇൻ, ഒരു സഹായിയെ ഞാൻ കൊണ്ടു നടന്നു, അല്ലെങ്കിൽ സഹായിൻ്റെ അരികെ ഞാൻ നടന്നു. ഇവിടെ കഴിഞ്ഞ് ഉൻ അൻ ഇൻ മറിയ അല്ലേ, ശരിക്കും കണ്ടില്ലേ ലാഹിറിൽ. ഇനി ഹാദാ ലബ് യുൻ, റഅയ്തു ലബ് യൻ, മറർത്തു ബി ലബി യിൻ ആണോ, ഒക്കെ ലാഹിറിൽ. എന്താ പ്രശ്നം? ആ യാവിൻ്റെ മുമ്പ് സുക്കൂനായി, അതാ കാരണം. ലബ് എന്ന ബാവിന് സുക്കൂനാണ്. നിയാസ് കേട്ടോ? വഹാദാ ദൽവുൻ വറഅയ്തു ദൽവൻ വമറർത്തു ബിദൽവിൻ. ഇനി മൂന്നിനും അല്ലാഹു തആല കേട്ടോളി കേട്ടോ. ഓരോ ആയത്തും ഓരോന്നിനും ഉദാഹരണം. ഇവിടെ 9 ഉദാഹരണം മൂപ്പര് കാട്ടൂല. റഫിന് ഹംസൻ്റെ ഉദാഹരണം, പിന്നെ മറ്റേന് ഓരോങ്ങനെ ഉദാഹരണം നോക്കുക. വശ് ലിയൽ ഹംസ ലി അന്നൽ ഹംസത ഫി റിദ്ഇ കാന റിദ്ഇല ഹംസയും വൽ വാവ ഫിൽ ദൽവി ദൽവില വാവും വൽ യാ ഫിൽ ലബി ലബിയിലുള്ള യാവും ഖബലഹുന്ന സവാക്കിനു, അവകളുടെയൊക്കെ മുമ്പ് സുക്കൂനുള്ള അക്ഷരങ്ങളുണ്ട്. ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ ലാഹിറിൽ ഇറാബാകാൻ കാരണം. കാരണം അല്ലാഹു തആല അല്ലാഹ് പറഞ്ഞിരിക്കുന്നു ഫിൽ ഹംസത്തി, ഹംസൻ്റെ ഉദാഹരണത്തിൽ സുമ്മസ്തവാ ഇലസ് സമാഇ, സമാഇ, ആ ഹംസമ്മൽ കെസിറിടാൻ കാരണം മുമ്പുള്ള അലിഫിന് സുക്കൂനാണ്. സമാഇ കണ്ടില്ലേ. ഫസവ്വാഹുന്ന വഫിൽ വാവി, വാവിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്നു ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി, ബില്ലഗ്വി, വാവിൻ്റെ മുമ്പ് അതിന് സുക്കൂനാണ്. അഞ്ഞ് വഫിൽ യായി, യായിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്നു ഫമസ്തൈസറ മിനൽ ഹദിയി, ഫമസ്തൈസറ മിനൽ ഹദ്യി, ഹദ്യി യായിന് കെസിർ കണ്ടല്ലേ. ബിജരി കുല്ലിഹിന്ന, ഇതിലൊക്കെ എല്ലാത്തിനും കെസിർ അവസാനത്തിന് ലാഹിർത്ത കെസിർത്ത് കൊണ്ട് സുക്ക് ജെറി ചെയ്തുകൊണ്ട് അർത്ഥം വെക്കണേന്. ബിജരി കുല്ലിഹിന്ന എന്നാൽ ലാഹിറിൽ തന്നെ കെസിർത്ത് ചെയ്ത് കാണ്ട് ജെറി ചെയ്തുകൊണ്ട് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു. ഈ ബാനു താലിലേക്ക് അല്ലാഹു താലിനോടാ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു. ഇനി അസ്മോസിത്ത എന്ന സാധനം പറയാൻ പോവാണ്. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. വസിത്തത്തു അസ്മായിൻ മുഅത്തല്ലത്തിൻ, ആഖിർ മുഅത്തല്ലായ 6 ഇസ്മുകൾ, അസ്മാസിത്ത എന്നതിൻ്റെ പേര്. അവകളുടെ പ്രത്യേകത എന്താ പറയുക? മുലാഫത്തിൻ ഇലാ ഗൈരി യായിൽ മുത്തകല്ലിമി, മുത്തകല്ലിമിൻ്റെ യാവ് അല്ലാത്ത ഏതെങ്കിലും ഒരു ഇസ്മിലേക്ക് ലാവത്ത് ചെയ്യപ്പെട്ടിരിക്കണം. അങ്ങനെയുള്ള 6 ഇസ്മുകൾ. അബ്, അഹ്, ഹമ്, ഹന്, ദു, ഫു, ഈ 6 ഇസ്മുകൾക്ക് വേക്കിൽ മുലാഫിലേ വരണം. അബൂ ഹുറൈറ, അല്ലെങ്കിൽ അബൂബക്കർ, അഹു സൈദിൻ, ഇങ്ങനെ എന്തെങ്കിലും മുലാഫിലൈ വേണം. പക്ഷെ മുത്തലി ആകരുത് കേട്ടോ. എൻ്റെ സഹോദര എന്നൊക്കെ പറഞ്ഞാണ്ട് അമ്മ അല്ലെങ്കിൽ അബീ അറിയില്ല, അങ്ങനെ ആകരുത്. ഞാൻ തന്നെ മുലാഫിലി ആകരുത്. വേറെന്തെങ്കിലും ഒരു മുലാഫിലൈ ഉണ്ടാവണം. എന്നാൽ റഫ് വാബിൽ വാവി, അതിൻ്റെ റഫ് ഒക്കെ വാവുകൊണ്ടാണ്. വഹാദ അബൂക്ക എന്നാ പറയുക. അബുക്ക എന്നല്ല, അബൂക്ക. പിന്നെ വർ ജറുഹാബിൽ യായി, ജറ് യാ കൊണ്ടാണ്. പിന്നെ നസ്ബു ബിൽ അലിഫി, അലിഫ് കൊണ്ടും ആണ്. അബാക്ക, അബീക്ക, അബൂക്ക. ഒന്ന് നീട്ടി കൊടുത്താൽ മതി. അബക്ക, അബീക്ക, അബൂക്ക എന്നുള്ളത് അബാക്ക, അബീക്ക, അബൂക്ക. അബു ഹുറൈറ എന്നറിയില്ല, അബൂ ഹുറൈറ, അൻ അബി ഹുറൈറ.
ഇന്ന അബാബക്കരി അങ്ങനെ പറയാം. മനസ്സിലായില്ലേ? ഒന്ന് നീട്ടി കൊടുത്താൽ മതി, അലിഫിനി വാവുവിനെ കൊടുത്ത് കണ്ട്. ആ വഹുന്ന അവകൾ 6 കേട്ടോളി. അബൂക്ക ഒരു മുലാഫിൽ വെറുതെ കൊടുത്ത അക്കാട്ടോ, ആ കാമ കൂടണ്ട. ഇനി അബൂഹാന്നായാലും മതി, അത് മുലാഫിൽ വെറുതെ എഴുതിയെന്നുള്ളൂ. അബൂക്ക വഹൂക്ക വഹമൂക്ക വഹമൂക്കീന്ന വായിച്ചിട്ടുണ്ട് കേട്ടോ. വഹനൂക്ക വഫൂക്ക ധൂമാലിൻ. ധൂക്കൊരു ഉദാഹരണം കൊടുത്തോളൂ, മാലി മുതാഫിലി കൊടുത്തോളൂ കേട്ടോ. സമ്പത്തുടേവെന്ന ധൂമാലി എന്ന് പറഞ്ഞാൽ. പിന്നെ തക്കൂലു ഫി റഫ്, ഈ റഫിൽ നീ പറഞ്ഞോ ഹാദാ അബുക്ക എന്നല്ല അബൂക്ക, വാവുകൊണ്ട റഫ്. വാവുകൊണ്ട കാരണം അസ്വസിറ്റിപ്പെട്ടതായിട്ട്. വ അഹൂക്ക ആണ്ടോ. ഒഫി നസ്ബി നസ്ബിൽ നീ പറഞ്ഞോ റഅയ്തു അബാക്ക ആണോ. അബക്ക അറിയില്ല, അബാക്ക. പിന്നെ വ അഹാക്ക, നിന്റെ സഹോദരനെ ഞാൻ കണ്ടു. ഒഫി ജെറി ജെറി നീ പറഞ്ഞോ മറർത്തു ബി അബീക്ക വ അഹീക്ക ആണ്ടല്ലേ. പിന്നെ റഫിൽ നീ അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു ഖാല അബൂഹും, ഖാല അബൂഹും. കാലൻ്റെ ഫായിലായപ്പം അബൂ ഒന്ന് നീട്ടി കൊടുത്ത ആ വാവ് കൊണ്ട് റഫ്. നസ്ബിൽ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു ഖാലു യാ അബാന, യാ വാവ് ഇല്ല, യാ അയാ ഹയാ ഐ ഇവണ്ട് പഠിച്ചില്ലേ, ആ യാ നസ്ബി ചെയ്യണ്ടേ. ആ നസ്ബോടെ അബാന, അവിടെ അബന എന്നുള്ളത് അബാന, അലിഫ് കൊണ്ട് നസ്ബ്. ഇനി ജെറിൽ നീ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു ഇർജിഉ ഇലാ അബീക്കും, അവിടെ അബിക്കും എന്നുള്ളത് അബീക്കും അയില കടന്നപ്പം. അപ്പോൾ അലിഫ് കൊണ്ട് നസ്ബ്, വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജെറ് ആസ്മാസിത്തിൻ്റെ പ്രത്യേകതയാണ്. ആ 6 ഇസ്മിന് മുലാഫിലി വേണം. പക്ഷെ മുലാഫിലി ആരാകരുത്, മുത്തലിൻ്റെ യാ ആകരുത്. അല്ലാതെ എന്തെങ്കിലും മുലാഫിലി ഉണ്ടാവണം. അപ്പോൾ അൻ അബീ ഹുറൈറ വ ജാ അബൂ ഹുറൈറ റഅയ്തു അബാ ഹുറൈറ അങ്ങനെ പറയാം. റാൻ്റെ മഫൂലായപ്പം അബാ ഹുറൈറ, അന്ന് കടന്നപ്പം അബീ ഹുറൈറ, ജാൻ്റെ ഫായിലായപ്പം അബൂ ഹുറൈറ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പഠിക്കുക.